ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ്. നമുക്കൊരു പൊട്ടറ്റോ മെഴുക്കുവരട്ടി തയ്യാറാക്കാം. ഈസിയാണ്, വളരെ ടേസ്റ്റുമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ട റോസ്റ്റും തയ്യാറാക്കാം. ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്കത് പകുതി വേവാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അത് ഊറ്റിയെടുക്കണം. ഉപ്പും ചേർത്ത് നമുക്ക് പകുതി വേവാകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. ഊറ്റിയൊരു വെള്ളം നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കുറച്ച് ചേരുവകൾ ചേർക്കണം. പകുതി വേവായിട്ടുണ്ട്. നമുക്കിനത് ഊറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു മിക്സിയുടെ ബൗളിലോട്ട് നമുക്ക് വേണമെന്ന ചേരുവകൾ എടുക്കാം. നമുക്കൊന്ന് പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയോ ചെയ്യാം. അതിന് വേണ്ടുന്നത് അതാണ്. നമുക്ക് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമുക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് ഒരു 2-3 കഷ്ണം വെളുത്തുള്ളി നല്ലപോലെ അരച്ചെടുക്കാം. അതിലേക്ക് പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർത്താലും മതിയാവും. എല്ലാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ചേർത്തതിന് ശേഷം നമുക്കൊരു പാനിലോട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കുറച്ച് ഈ പേസ്റ്റ് നല്ലപോലെ എല്ലായിടവും വരണ്ട രീതിയിൽ നല്ലപോലെ ഒന്ന് പുരട്ടിയെടുത്തതിന് ശേഷം കുറച്ച് സിമ്മിൽ വെച്ചിട്ട് നമുക്കത് മുരിച്ചെടുക്കാം. കുറച്ച് എണ്ണ ചേർക്കണം. ബട്ടർ വേണമെങ്കിൽ ആദ്യം ബട്ടർ ചേർക്കാം. ബട്ടർ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് ബട്ടർ ചേർത്തതിന് ശേഷം അരപ്പ് ചേർത്തിട്ട് കിഴങ്ങും ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം നല്ലപോലെ പുരട്ടിയെടുത്തതിന് ശേഷവും ബട്ടറും വെളിച്ചെണ്ണയും ചേർക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നമുക്കിത് ചേർത്ത് ഈ അരപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ എണ്ണ ചേർത്താലും മതിയാവും. അല്ലെങ്കിൽ ആദ്യം നമുക്ക് ബട്ടർ വേണമെങ്കിലും ചേർക്കാം. ബട്ടറിലും നമുക്കിത് റോസ്റ്റ് എടുത്താൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അധികം ഡ്രൈ ആയി പോവാതെ നമ്മൾ സിമ്മിൽ വെച്ച് വേണം നമ്മൾ മെഴുക്കുവരട്ടി തയ്യാറാക്കേണ്ടത്. പൊതിച്ചോറ് തയ്യാറാക്കുമ്പോഴും നമുക്ക് ഈ മെഴുക്കുവരട്ടി വളരെ ടേസ്റ്റ് ആണ്. അത് എത്ര നേരം നമുക്ക് പൊതിഞ്ഞ് വെച്ചാലും മെഴുക്കുവരട്ടിക്ക് ഒരു ടേസ്റ്റും കുറയുകയില്ല. കുറച്ച് എണ്ണയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും. അധികം വറുത്ത് അങ്ങനെ മുരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും. അധികം മൂത്ത് പോവുകയില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ മുട്ട റോസ്റ്റും കൂടെ തയ്യാറാക്കണം. അതിനും സെയിം ഗ്രേവിയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് പെരുംജീരകം, 2 കഷ്ണം വെളുത്തുള്ളി. ഇത് നല്ലപോലെ പൊടിച്ചോ അരച്ചോ എടുത്ത് അതിന് ശേഷം മുട്ട കുറച്ച് എണ്ണ ചേർത്തൊന്ന് മുരിച്ചെടുക്കാം. 2 വശം ഒന്ന് മുരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ അരപ്പും ചേർക്കാം. ഇപ്പം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർക്കാം. അരപ്പിനകത്ത് കുറച്ച് ഉപ്പും ചേർക്കണം. നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. നമുക്കത് റോസ്റ്റിൽ നമുക്ക് മുട്ട കുറച്ച് എണ്ണ ചേർത്തൊന്ന് മുരിച്ചെടുക്കണം. മുരിച്ചെടുത്തതിന് ശേഷം ഈ കൂട്ടും ചേർത്ത് നല്ലപോലെ വീണ്ടും ഒന്ന് മുരിച്ചെടുത്താൽ ചോറിനാണ് വളരെ ടേസ്റ്റ് ആയിരിക്കും. നമുക്കധികം കറിയുടെ ആവശ്യമില്ല. വെജിറ്റേറിയൻകാർക്ക് നമുക്ക് പൊട്ടറ്റോ കറിയും ചേർക്കാം. മറ്റുള്ളവർക്ക് മുട്ട റോസ്റ്റും കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ചോറിന് കൂട്ടാൻ തയ്യാറാക്കാം. ഇതിൻ്റെ കൂടെ ഒരു രസവും ഒരു തോരനും കൂടെ ആയാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങളിതിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. താങ്ക് യു.